ചികിത്സാ സഹായത്തിന്റെ പേരിൽ ആലപ്പുഴയിലെ നാട്ടുകാരുടെ പോരിൽ യൂത്ത് കോൺഗ്രസ് അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികളായ 3 പേർ കമ്മീഷനിലുണ്ടാകും. 10 ദിവസത്തിനകം റിപ്പോർട്ട് കൈമാറണമെന്നും പരസ്യ പ്രതികരണം പാടില്ല എന്ന് കർശന നിർദ്ദേശമുണ്ട്. യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ചികിത്സാ സഹായത്തെ ചൊല്ലിയായിരുന്നു തമ്മിലടി. യു ഷൈജു ഉണ്ട് വിവരങ്ങൾ പങ്കുവെക്കാനായി. യു ഷൈജു, ഈ സൈബറിടങ്ങളിൽ വലിയ രൂക്ഷമായ വാക്പോരുകളൊക്കെ കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടതാണ്. ഇപ്പോഴെന്താണ് ഇതിൻ്റെ ഒരു തുടർ നടപടികളും നീക്കങ്ങളും ഒക്കെ? അജി, കഴിഞ്ഞ ദിവസം അരിത ബാബു 1 വർഷം മുമ്പുണ്ടായ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ലാത്തിചാർജുമായി ബന്ധപ്പെട്ട് അതിന്റെ അനുഭവം വിവരിച്ചുകൊണ്ടിട്ട പോസ്റ്റാണ് വിവാദത്തിന് തിരികൊളുത്തിയത്. അന്ന് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മേഘ രഞ്ജിത്തിന് ചികിത്സയ്ക്ക് പണം നൽകിയതുമായി ബന്ധപ്പെട്ട് നടത്തിയൊക്കെ പരാമർശം. എന്നാൽ തനിക്ക് ആ പണം ലഭിച്ചില്ല എന്ന് മേഘ പറഞ്ഞതോടുകൂടിയാണ് ഇപ്പൊ സംഭവം വിവാദമാകുന്നത്. വിവാദം തൊട്ടടുത്ത ദിവസം വാർത്തയാവുകയും അത് ഏറ്റുപിടിക്കുകയും ചെയ്ത് നേതാക്കൾ പലതരത്തിൽ രംഗത്ത് വരികയും ചെയ്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് 3 അംഗ അന്വേഷണ കമ്മീഷനെ തീരുമാനിച്ചിരിക്കുന്നത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി ലിൻഡോ പി ആന്റോ, അതോടൊപ്പം തന്നെ ഉപാധ്യക്ഷരായ ഷിബിന, നിഹാൽ മുഹമ്മദ് എന്നിവരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 10 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ആരും ഇനി ഒരു പരസ്യ പ്രതികരണത്തിന് നിൽക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു എന്നാണ്. ഇതോടുകൂടി ഇതിനൊരു താൽക്കാലിക ശമനം ഉണ്ടാകും. 10 ദിവസത്തിനുള്ളിൽ ഈ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് നടപടിയോ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന കാര്യം അറിയാനാകും. ശരി, യു ഷൈജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.